പൃഥ്വിരാജ് പുതിയ കോമഡി വർക്കൗട്ട് ആവില്ലെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നല്ല രീതിയിൽ രാജോയുടെ ഷോ ആണ്. ജയഹേ പോലല്ല, അതിന്റെ ഒരു വെറൈറ്റി. എന്നാലും ബേസിൽ ഒന്നും കൂടി നന്നായി നിന്ന്. എന്ത് വന്നാലും ഈ കല്യാണം ഞാൻ നടത്തും. നിന്നെ എനിക്ക് വേണം. ഹായ് ഗായ്സ്, വെൽക്കം ടു മാക്കോ മീഡിയ. ഗുരുവായൂർ അമ്പലനടയിൽ കല്യാണം കലങ്ങിയോ കലക്കിയോ അതോ കളറാക്കിയോ വരും, നമുക്ക് റെസ്പോൺസ് അറിയാം. പൃഥ്വിരാജിന്റെ ഷോ തന്നെയാണ്. ബേസിൽ ഡയറക്ടർ ബിബിന്റെ നല്ല പടമായിരുന്നു. ഫുൾ ഫാമിലി അടിപൊളി. പടം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. പൃഥ്വിരാജ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. പടം എങ്ങനെയുണ്ട്? ഉഷാറാണ്. പൃഥ്വിരാജ് എങ്ങനെയുണ്ട്? വിളിച്ചാ പടം എങ്ങനെയുണ്ട്? ബേസിലൊക്കെ എങ്ങനെ വർക്ക് ചെയ്യാം? പടം എങ്ങനെയുണ്ട്? ഫുൾ ടൈം കോമഡി. പടം എങ്ങനെയുണ്ട്? വർക്ക് ചെയ്യാം. പടം എങ്ങനെയുണ്ട്? വർക്ക് ചെയ്യാം. പടം എങ്ങനെയുണ്ട്? വർക്ക് ചെയ്യാം. പൃഥ്വിരാജ് എങ്ങനെയുണ്ട്? ഫുൾ ടൈം ഷോ ആണ് പൃഥ്വിരാജ് ഷോ. ബേസിൽ കോമ്പൊക്കെ വർക്കായി. പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? വർക്കായോ? പൃഥ്വിരാജിന്റെ ഷോ ഒക്കെ എങ്ങനെയുണ്ട്? വർക്കായോ? പടം എങ്ങനെയുണ്ട്? പടം ഇഷ്ടപ്പെട്ടാ? നല്ല പടാ? നല്ല പടാ? കോമഡി ഉണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? കോമഡി ഒക്കെ വർക്കായോ? ഫുൾ ടൈം കോമഡി ആയിരുന്നു. വർക്ക് ചെയ്ത് ഫസ്റ്റ് ഹാഫ് ഈ സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് മൊത്തം ഇങ്ങനെ കഥ പറഞ്ഞു. സെക്കൻഡ് ഹാഫ് അല്ല നല്ല എൻഗേജിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഫുൾ ടൈം. പൃഥ്വിരാജ് ബേസിൽ കോംബോ ഒക്കെ നല്ല കോംബോ. പൃഥ്വിരാജ് പുതിയ കോമഡി വർക്കൗട്ട് ആവില്ലെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നല്ല രീതിയിൽ രാജോയുടെ ഷോ ആണ് ഫുൾ ടൈം. അല്ല, എല്ലാവരും വന്നവരും പോയവരും ഒക്കെ നല്ല രീതിയിൽ. ബിപിൻ ദാസിന്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ജയ ജയ ഹേ രണ്ടും തമ്മിൽ ഒരു നല്ല വ്യത്യാസം. ജയ ജയ ഹേ പോലെയല്ല, ആ പൊളിറ്റിക്കൽ ആ രീതിയിലും നല്ല 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 ചിരിയായിരുന്നു. ഓക്കെ, താങ്ക് യു. പടം എങ്ങനെയുണ്ടായിരുന്നു? ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ജയഹയ്ക്ക് ശേഷം അടുത്ത പടമല്ല. പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല കണ്ടിരിക്കാൻ പറ്റില്ല, സമയം പോണത് അറിയില്ല. ഫസ്റ്റ് ഹാഫ് ഫാമിലി മൂവിയാണ്. ആൾക്കാർക്ക് ഫാമിലി മൂവിയാണ്. ഫുൾ ടൈം കോമഡി. ഷോ എങ്ങനെ? ഹൗസ്ഫുൾ ആയിരുന്നു. ഹൗസ്ഫുള്ളാണ്. ബേസിൽ പൃഥ്വിരാജ് കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം ഉള്ള അടിപൊളി കോംബോ ആയിരുന്നു. നമുക്ക് കണ്ടിരിക്കാൻ പൃഥ്വിരാജ് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ. അടിപൊളി കോമഡി ഉള്ള പടമായിരുന്നു. പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ ഫുൾ ടൈം അടിപൊളിയാണ്. വർക്കൗട്ട് ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല. പൃഥ്വിരാജിന്റെ അൾട്ടിമേറ്റ് ഷോ. കുഴപ്പമില്ല. ബേസിലൊക്കെ അടിപൊളി. അടിപൊളി കോംബോ എങ്ങനെയുണ്ട്? വർക്ക് ചെയ്യും? കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഡയറക്ഷനോ? ബിപിൻ ദാസ് ജയഹേക്കേഷൻ ചെയ്തല്ല. കുഴപ്പമൊന്നുമില്ല, നല്ല പടമാണ്. എന്താ വെച്ചാൽ നല്ല കോമഡി ആയിരുന്നു. ജയഹേ പോലെയല്ല. ജയഹേ പോലല്ല, അതിന്റെ ഒരു വെറൈറ്റി. എന്നാലും ബേസിൽ ഒന്നും കൂടി നന്നായി നിന്ന്. അനശ്വരി നിഖിലിന്റെ കാര്യം പെർഫോമൻസ് വെച്ചപ്പോ ജഗദീഷ്, ബൈജു, കുറെ ഇർഷാദ്, കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാരെ കാസ്റ്റിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് പുതിയ അവസരം കൊടുത്തിട്ടുണ്ട്. കുറെ ഷോർട്ട് ഫിലിമുകളിലൊക്കെ നല്ല അവസരം ഉണ്ടായിരുന്നു. അവരൊക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും അടിപൊളി. സിനിമയിൽ ഫസ്റ്റ് ഒരു അപ്രോച്ച് അല്ല, അതെങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. കൂടുതൽ അവർക്ക് അവസരം കിട്ടി. നല്ലൊരു അവസരമാണ്. മൊത്തത്തിൽ പടം ഒരു കളറാണ്, കളർഫുൾ ആണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. പക്ക എന്റർടൈൻമെന്റ്. അത്രേ. സെക്കൻഡ് ഹാഫ് ആണ് വർക്ക് ചെയ്തത്? ഫസ്റ്റ് ഹാഫ് ആണ്? ഫസ്റ്റ് ഹാഫ് ആണ് ഒന്നും കൂടി നമുക്ക് ഇഷ്ടമായത്. സെക്കൻഡ് ഹാഫ് എങ്ങനെ മൊത്തം കഥയിലേക്ക് ഇങ്ങനെ വന്ന് കോമഡി ഒഴിവാക്കി ഒന്ന് സീരിയസ്. സെക്കൻഡ് ഹാഫ് മൊത്തം കഥ പറഞ്ഞ് അങ്ങ് പോയി. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സോങ് ആണെങ്കിലോ ഇപ്പൊ 2 സോങ് മാത്രം റിലീസ് ആയി. എനിക്ക് ഇഷ്ടമായില്ല. 2 ഇഷ്ടമായില്ല. ഏതോ ഒരു സോങ്, വെഡിങ് സോങ് അത് മുന്നേ റിലീസ് ആയി, വല്ല റീച്ച് ഇല്ല. ഓക്കെ, താങ്ക് യു.